പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കമൻറ്റ് കേട്ടാ, ജെൻറ്റിൽമെൻസ് ക്ലബ്ബ്. ഇതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. മാഡം, ഐ മെറ്റ് എ മലയാളം നേഴ്സ് 35 years ago. I fell in love. Then I was 19. When I was 50 years old, still waiting for her. Since 35 years. Tell me, where are the nurses in Kerala? I come looking for Moma. ഈ ആഴ്ച കുറച്ചൊക്കെ മനസ്സിലായി. ഒരു 35 കൊല്ലം മുന്നേ ഇദ്ദേഹത്തിന് 19 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഒരു മലയാളി നഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കര പ്രണയം തോന്നി. ഇപ്പോഴും ഈ 50 വയസ്സായിരുന്ന ആൾക്ക് ഇപ്പോഴും 35 വർഷം. അപ്പം ഇനി ശരിയാ, 35 കൊല്ലം മുന്നേ പറഞ്ഞാൽ 19 വയസ്സാവില്ലല്ലോ. 45 അത് കുഴപ്പമില്ല, ചെറിയ ചെറിയ കണക്ക് കൂട്ടലുകളല്ലോ. ആ ശരി. അപ്പോൾ 50 വയസ്സായിന്ന്, 35 കൊല്ലമായിട്ട് ഇപ്പോഴും ഞാൻ ആ നഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് പറയൂന്ന്, കേരളത്തിൽ എവിടെയാണ് ഈ നഴ്സുമാർ? ഇതിപ്പോൾ നമ്മുടെ സുധാകരൻ പണ്ട് നാട് വിട്ട് പോയി ഒരു പെൺകുട്ടീനെ മറ്റേ ഏതോ ഒരു ആന്ധ്രാപ്രദേശിലത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടീനെ കണ്ടിട്ട് ആ പെൺകുട്ടി ജസ്റ്റ് നോക്കി, അത്ര മാത്രം, അത്രയല്ലേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ആളെ മനസ്സിൽ പ്രായം അത് തന്നെയാണ്. അതേപോലെ തന്നെ ആൾക്കും ഇത് ആ അന്നത്തെ നേഴ്സിന്റെ തന്നെ മുഖച്ചൈനിലോ എവിടെയാണ് എനിക്കതാ മനസ്സിലായി. വേറെ ആരുടെ നേഴ്സസ് ഇൻ കേരള? അപ്പൊ ഈ നേഴ്സ് എല്ലാ ആശുപത്രികളിലും നോക്കേണ്ടി വരും. ഇത് തമാശക്കിട്ടാണ് തോന്നില്ലേ കമന്റ്? എന്നിട്ടായാലും ആളുടെ എന്നാലും 35 കൊല്ലം മുന്നേ ഇപ്പോഴും കാത്തിരിക്കുകയാണെന്ന് ആള്. അപ്പൊ ആ നേഴ്സ് എവിടെയെങ്കിലും എവിടെയെങ്കിലും ആളായിരിക്കും. അപ്പൊ ആ നേഴ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് കാണാണെങ്കിൽ ആരംഭിച്ചിട്ടാ ജെന്റിൽമെൻസ് ക്ലബ്ബ്. എന്തായാലും ആവട്ടെ. അടുത്തത് എന്തെങ്കിലും വല്ല ഇൻസിഡന്റ് ഒക്കെ പറയുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്ന ഹോസ്പിറ്റലാണ് ആ സമയത്ത് വർക്ക് ചെയ്തോടുന്നേ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ പിന്നെയും അറിയാൻ പറ്റില്ലോ. അപ്പോൾ ഒരു കൗതുകം തോന്നിയത് കൊണ്ട് ഈ കമന്റ് എടുത്ത് വെച്ചതാട്ടാ. സുജാത ഹരി, മുത്തങ്ങയുടെ അടിയിലുള്ള കായ കളയല്ലേ, അത് ചതച്ച് പാലിലിട്ടും വെള്ളത്തിലിട്ടും തിളപ്പിച്ച് കുടിച്ചാൽ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പണ്ടൊക്കെ കുട്ടികൾക്ക് മുത്തങ്ങ ഇട്ട് വെള്ളം പാലുമൊക്കെ തിളപ്പിച്ച് കൊടുക്കും. നല്ല ഒരു സ്മെല്ലാണ് അതിന്, ഗുണവും ഏറെയാണ്. മുത്തങ്ങ കഴിച്ചാൽ മത്തങ്ങ പോലെ എന്നൊരു ബനാന ടോക്ക് പോലും ഉണ്ട് കേട്ടോ. അത് സനീഷ് മുത്തങ്ങരെല്ലാം പറിച്ചിട്ട് തന്നു എനിക്ക്. ഇത് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് നാളെങ്കിലും വെള്ളം തിളപ്പിച്ച് കുടിക്കായിരുന്നില്ല അതിട്ടിട്ട്. ചേട്ടൻ ചെയ്തത് മുത്തങ്ങ വേണം അല്ല, എന്നിട്ട് എന്തൊരു ചെയ്തത്? ഞാൻ പറഞ്ഞ കാട്ടിക്കളഞ്ഞ ആ ബേസ് കമ്പോസ്റ്റ് വീട്ടിൽ കൊണ്ടിട്ടോളാൻ പറഞ്ഞു. അയ്യോ. അടുത്തത് വൈജയന്തി മനോഹരൻ, എന്ത് പറയാൻ, അടിപൊളി. പാറ്റ്ന പിള്ളേര് പൊടി പൊടിച്ചു, നന്നായി പണിയെടുക്കും ഇവർ. എന്ത് പണി പറഞ്ഞാലും നോ എന്നൊരു വാക്കില്ല. എന്തോ ആട്ടെ, വീടും പരിസരവും മഹാലക്ഷ്മി വസിക്കുന്നിടമാണ്. നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ്. ഫോൺ കയ്യിലെടുത്താൽ ആദ്യം നോക്കുന്നത് അജൂസ് വേൾഡ്. ആരോഗ്യത്തിൻ്റെ രഹസ്യം അജൂസ് വേൾഡ്. ഉണ്ണീനെ കണ്ടില്ലല്ലോ, അടുത്ത വീഡിയോയിൽ കുഞ്ഞനെ കാണിക്കണേ, ലവ് യു മുത്തേ. അത് ഇവിടെ പുല്ല് വെച്ച് ആ വീഡിയോയിലത്തെ കമൻ്റാണ്. അത് ശരി, സന്തോഷം. അടുത്തത് സ്റ്റാർസ് ആൻഡ് ബെൽസ്. അജു സരിത, അമ്മേ ഞാൻ എന്താ പറയണ്ടേ എന്ന് അറിയാൻ പറ്റാത്ത പോലെ. എന്തായി കാണുന്നേ, എന്ത് സന്തോഷമായി എന്നറിയോ. മനോഹരമായി കുടിലിൻ്റെ ഉദ്യാനം, അവിടെ നല്ല 2 ഉദ്യാന പാലകരും. മനോഹരം. പിന്നെ ഞാൻ കഴിഞ്ഞ കമൻറ്റിൽ പറഞ്ഞിരുന്നു നമുക്ക് കുടിലിൻ്റെ മേക്ക് ഓവർ ആഘോഷമാക്കാം എന്ന്. അത് ഞാൻ അടുത്ത കമൻറ്റിൽ പറയാനിരുന്ന കാര്യമാണ്, പാല് കാച്ചി പായസം വിളമ്പുന്ന കാര്യം. അപ്പോൾ അനിലേട്ടനും ചെറിയേട്ടനും എല്ലാം മുഴുവൻ ഫാമിലിയും ചേർന്നുള്ള ഒരു ആഘോഷം. അപ്പോൾ ദേ സരിത എൻ്റെ മനസ്സ് വായിച്ച പോലെ പറയുന്നു, പാല് കാച്ചി പായസം വെക്കുന്ന കാര്യം. രാവിലെ പാല് കാച്ചി പായസം വെക്കൂ, എന്നിട്ട് രാത്രി ലൈറ്റൊക്കെ ഇട്ട് ഒരു ഡിന്നർ പാർട്ടി സെറ്റ് ചെയ്ത് ആഘോഷിക്കൂ. അത് 2 വീഡിയോസ് ആക്കി ഇട്ടാൽ മതി കേട്ടോ. മേക്ക് ഓവർ കുടിൽ എപ്പിസോഡ്സ് തകർത്തു. ഇപ്പോൾ നല്ല വൈബായി കേട്ടോ. കുടിലും ഉദ്യാനവും പിന്നെ നിങ്ങളും ഒരുപാട് ഇഷ്ടമായി. എല്ലാം മില്യൺ അടിക്കട്ടെ. വീഡിയോസ് കീപ് റോക്കിംഗ്. ജഗ്ഗു മിസ്സിങ്. ഇവിടെ പുല്ല് പിടിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കുറേ മരത്തിൻ്റെ ഇലകൾ വീഴുന്നുണ്ട്. ഇപ്പോൾ അടിക്കാറായിട്ടില്ല. ഇത് അടിച്ചെങ്ങനെ പുല്ല് പിടിപ്പിച്ചാലുള്ള പുല്ല് ഇങ്ങനെ വെറുതെ വെച്ചേക്കല്ല, അത് ഇങ്ങോട്ട് പോരും. അപ്പോൾ അത് കുറച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അതിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അടുത്തത് റെജി രാജൻ, മനോഹരമായി, അഭിനന്ദനങ്ങൾ. ഇതിനിടയിലും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത മറക്കരുത്, അതിനൊരു തുക മാറ്റി വെച്ചിരിക്കണം. നല്ല കാര്യം, നല്ല നിർദ്ദേശമാണെന്ന്. വളരെ വളരെ നല്ല നിർദ്ദേശം, എല്ലാവർക്കും പ്രാവർത്തികമാക്കേണ്ട ഒരു നിർദ്ദേശമാണ് കേട്ടോ.
എന്തായാലും മറുപടി പറയാത്ത ചേട്ടൻ? അത് ശ്രദ്ധിക്കുന്നുണ്ട്. സതീദേവി, ഹായ് അജു, സരിത, ജഗു. തീരാത്ത ആ മതിലിന്റെ ഹോൾസ് അടച്ചപ്പോൾ തന്നെ വലിയൊരു ആശ്വാസം. പാമ്പിന്റെ പടം പൊഴിച്ച് കണ്ടതാണല്ലോ. ഇനി ഇതുമാതിരി തന്നെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഹിന്ദിക്കാർ മലയാളം പറയില്ല, പക്ഷെ നമ്മൾ ഹിന്ദി പറയണം. എല്ലാ പൂക്കളും വളർന്ന് നല്ലൊരു പൂങ്കാവനം ഉണ്ടാവട്ടെ. ഒരുപാട് ഇഷ്ടം. അടുത്തത് അനിത റാണി സി വി. The only privilege they need to plants is that they can't move around. But once they come to Aju's house, they can move to any space Aju desire. ആ ചെടികളൊക്കെ ആ ചെടികളുടെ ഭാഗ്യമല്ലേ? എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചെടികൾക്ക് വിലക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ. ജീവനുള്ള ചെടികളില് ജീവനുള്ള ജീവികളില് ചെടികൾക്ക് മാത്രം മൂവ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ, ശ്വസിക്കലും എല്ലാം ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കോമ്പൗണ്ടിൽ, അജുവിന്റെ കോമ്പൗണ്ടിലേക്ക് വരുന്ന ചെടികൾക്ക് ആ ഭാഗ്യമുണ്ട്, മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. അടുത്തത് രശ്മി സുരേഷ് നായർ. കലാത്തിയെ മാറ്റി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അജുവേട്ടന്റെ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് പാർട്ടി മാറുന്ന രാഷ്ട്രീയക്കാരെ പോലെ. അത് ചേട്ടൻ അവിടെ ഭയങ്കര ദേഷ്യമായിരുന്നു അവിടെ നിൽക്കണത്. അത് ഇടയ്ക്കിടയ്ക്ക് പറയും. എനിക്കാണെങ്കിൽ എന്താ അത് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഇലകളായിട്ട് തിക്കായപ്പോൾ കുടിലിലേക്ക് നല്ല സുഖ. വെയിലിൻ്റെ അടിയില്ല. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിലിൽ വെയിലിൻ്റെ അടി, പടിഞ്ഞാറുന്ന് വെയിലിൻ്റെ അടി വരുമല്ലോ. ഈ സാധനം അങ്ങോട്ട് നല്ല കോട്ട കെട്ടിയ പോലെ വന്നപ്പോൾ നിറച്ച് തിക്കായിട്ട് വന്നപ്പോൾ അങ്ങോട്ട് നല്ല സുഖമായിരുന്നു. ചേട്ടൻ അത് എനിക്കതല്ല, അതിൻ്റെ ഇടയിലേ അതിൻ്റെ കാട്ടകളൊക്കെ ഭയങ്കര സ്ട്രോങ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാമ്പ് ഇതൊക്കെ അല്ല, നമ്മളവിടെ ഈ കാട് പിടിച്ചപ്പോൾ മറ്റേ പച്ചക്കറി പന്തലുണ്ടല്ലോ, അതൊക്കെ കൂടിയിട്ട് കാണുമ്പോ എന്തേ ഒന്നുമില്ല. അടുത്തത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അടുത്തത് സുജേഷ് കെ എ. പ്രിയപ്പെട്ട അജുവേട്ടാ, കൃത്രിമമായ പൂന്തോട്ടങ്ങളെക്കാൾ ഇഷ്ടം താങ്കളുടെ ചെറിയ പച്ചക്കറിത്തോട്ടമാണ്. എല്ലാവരും നല്ല വിളവ് കിട്ടിയത് മാത്രം കാണിക്കുമ്പോൾ താങ്കൾ നശിച്ചു പോയതും കാണിക്കുന്നു. നമ്മൾക്ക് എല്ലാം കാണിക്കണല്ലോ. നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ വന്നിട്ടുള്ള സംഭവിച്ച പിഴവുകളും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അടുത്തത് മീന സതീഷ്. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കൊരു ഹോം സ്റ്റേ തുടങ്ങാമല്ലോ. രുചിയുള്ള ഭക്ഷണവും സ്നേഹനിധികളായ അജുവിൻ്റെയും സരിതയുടെയും ജഗുവിൻ്റെയും കൂടെയുള്ള താമസവും ഒരു അനുഭവമായിരിക്കും. എനിക്കും നിങ്ങളുടെ കൂടെ താമസിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും വാ. നമ്മുടെ തങ്കാൻറ്റി വന്നു, പുഷ്കലാൻറ്റി വന്നു, പിന്നെ കുറെ പേര് വരാൻ നിൽക്കുന്നു. അതുപോലെ വാ. അടുത്തത് ഷിരോദ സിയൽ. പണിഞ്ഞിട്ടും പണി തീരാത്തൊരു താമരശ്ശേരി മന്ദിരമേ. അത്രേ ഉള്ളൂ. അത് പിള്ളേരുകൾ ഇവിടെ പെയിന്റ് അടിക്കാൻ വന്നവരും പറഞ്ഞല്ലോ. വടക്കനാഥന്റെ പോലെ വടക്കനാഥിൽ എപ്പോഴും ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരാവസുപ്പിന്റെ നിയന്ത്രണത്തിലും കൂടിയായ കാരണം അതുപോലെയാണ്. അടുത്ത കിടുക്കാച്ചി വ്ളോഗ്സ്. ട്രീ ഹൗസ് പണി എന്തായി? ഉപേക്ഷിച്ചു. അതല്ലേ ഫസ്റ്റ് തുടങ്ങിയേ അജു പ്രൊജക്റ്റ്? അത് പൂർത്തീകരിക്കും, എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. ഒരു പഴയ പ്രേക്ഷകൻ. ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അത് എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ പോലെ ഒന്നും കുറച്ച് പൈസ കൊണ്ട് തീരണ പണിയല്ല അത്. അതിന് കാശ് കുറെ വേണം. ഇപ്പോന്ന് പറഞ്ഞാൽ പുല്ലിനൊന്നും തീരെ റേറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടത് പുല്ല്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാണ് ബെഡ്റൂം, ബാത്റൂം, ബാൽക്കണി, ചുറ്റും വരാന്ത, എന്തൊക്കെയാന്ന് വിചാരം. അതിൽ 450 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് പണി കഴിയണേ കാശ് കുറയും. അന്നേ ഞാൻ മര്യാദയ്ക്ക് പറയുന്നത് നമുക്ക് പണി തീർക്കാൻ പറ്റില്ല. പണി തീർക്കാനുള്ള പൈസ കയ്യിലാവുമ്പോൾ അപ്പൊ അത് വെറുതെ ഇപ്പൊ എന്തായി ഒരു ഇത് വരുന്നവര് ചോദിക്കും അതെന്തുട്ടാ വീഡിയോയില് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, കാണാത്തവർക്ക് അറിയില്ല. അപ്പൊ അവര് ചോദിക്കും അതെന്തുട്ടാ അങ്ങനെ ചോദിക്കും. അപ്പൊ പിന്നെ അവരോട് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണം, ശരിയാക്കണം. അങ്ങനെ. അടുത്തത് അദ്നാൻ അനീസ്. ഇത് വേണ്ടായിരുന്നു അജു ഏട്ടാ. വീടിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം പച്ചക്കറി വേണമായിരുന്നു, എന്നാലേ വീടിനൊരു പൂർണ്ണത വരുള്ളൂ. ഭാവിയിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അവിടെ പച്ചക്കറി നടേണ്ടി വരും, അത് ഉറപ്പാണ്. അത് പറയാൻ പറ്റില്ല നമുക്ക്. അതിൻ്റെ ഇടയിൽ ഒരു റിപ്ലൈ കമൻറ്റ് വന്നിട്ടുണ്ട്, ജിൻസി സന്തോഷ്. ഞാനും ഇതിനോട് യോജിക്കുന്നു. ഇതിപ്പോൾ മുഴുവൻ ഗ്രാസ്, കാണാൻ ഭംഗിയുണ്ട്, ബട്ട് തിങ്ക് വൈസ്ലി ആൻഡ് ഡു. പച്ചക്കറിക്ക് അല്ല, ഇപ്പം ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ അനിയൻ്റെ സ്ഥലം അല്ല അനിയന് വേറെ ഉപയോഗം വേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്
വരുമല്ലോ. അവൻ ആ സ്ഥലം അവര് 3 പേരത് മുറിച്ച് അവരുടെ പീസുകളായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടപ്പോഴേ സജീവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മുഴുവൻ ഫ്രൂട്ട്സ് വയ്ക്കാൻ പോവാന്നാ പറഞ്ഞത്. അപ്പം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം തന്നെ ഒരു കുഴൽക്കിണർ അടിക്കണം, ഈ ചെടികളൊക്കെ വയ്ക്കുമ്പോൾ നനയ്ക്കാനായിട്ട് വെള്ളം വേണ്ട, അല്ലെങ്കിൽ വേറെ സ്ഥലത്തു നിന്ന് പൈപ്പ് വലിക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ കുഴൽക്കിണർ ആദ്യം അടിക്കണം എന്നിട്ട് വേണമെന്നൊക്കെ പറഞ്ഞേ. പിന്നെ എന്തോ ആൾക്കൊരു താല്പര്യമില്ലാണ്ട് അത് അവിടെ അങ്ങനെ കിടന്നു. പിന്നെ അവിടെ കുറച്ച് നാൾ കൂടുമ്പോൾ ഒരു അണ്ണനെ 2-3 ദിവസം നിർത്തി പുലി ചെത്തി വെടുപ്പാക്കിയിടുക, അങ്ങനെയാണ് അത് പോയി ഉടനെ. പിന്നെയാണ് അവൻ അല്ലൻ ചേട്ടനോട് പറഞ്ഞാൽ അവിടെ കോഴിക്കൂട് കൊണ്ടൊക്കെ ഇത് കോഴികളെ അതിൽ അഴിച്ചിടാൻ പറഞ്ഞു. അയാൾ ചുറ്റും കെട്ടാനുള്ള വലയൊക്കെ അവൻ തന്നെ വാങ്ങിച്ചു, ചുറ്റും കെട്ടി. അപ്പോൾ കോഴികൾ കിടന്ന് നടക്കുമ്പോൾ വെറുതെ ഈ അണ്ണന് കൊടുക്കണ പണിക്കൂലി പോലല്ലോ, കോഴികൾ കിടന്ന് നടന്നു കഴിഞ്ഞാൽ പുല്ല് വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അല്ലൻ ചേട്ടൻ വലിയ കോഴിക്കൂട് പണിതിട്ട് കോഴികളൊക്കെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ കാട് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അല്ലൻ ചേട്ടൻ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചെറുചേട്ടൻ്റെ പറമ്പിൽ അല്ലൻ ചേട്ടൻ ഓരോന്ന് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അല്ലൻ ചേട്ടൻ ഇവിടെ ഈ സ്ഥലം സജീവൻ്റെ പറമ്പ് ഇങ്ങനെ കെടുക്കല്ലേ എന്ന് കണ്ടിട്ടാണ് അല്ലൻ ചേട്ടൻ പതുക്കത് പുല്ല് ചെത്തി എന്തെങ്കിലും വല്ല വാഴയോ വല്ലതും വെച്ചു കൊടുക്കാൻ വെച്ചിട്ട് നടന്നപ്പോഴാണ് നമ്മൾ ചോദിച്ചത് ഇവിടെ വല്ലതും ചെയ്യട്ടെ. അപ്പോൾ പാപ്പന് സന്തോഷമായി ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഇനി വീണ്ടും എപ്പോൾ വേണമെങ്കിൽ ഐഡിയ മാറാം, അവിടെ വീണ്ടും ഫ്രൂട്ട്സ് വയ്ക്കാനൊക്കെ തോന്നാം, കുഴൽക്കിണറൊക്കെ അടിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോരും. അപ്പം തുറച്ചേച്ചാട്ട് ഈ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ഈ പറമ്പ് നമ്മുടെ ഔസേപ്പച്ചൻ്റെ അടുത്ത് ചോദിക്കും ഇത് പാട്ടത്തിന് തരുമെന്ന്. ഈ പറമ്പ് ഇവിടെ വിശാലമായ 4-5 ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ. അല്ല ഇവിടെ എന്തായാലും ഒന്നും ഉണ്ടാവണമില്ലല്ലോ, ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ മാത്രമായിട്ട് വെയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ കിട്ടിയോടത് നമുക്ക് വെണ്ടക്കായ ഇപ്രാവശ്യം ഒരു ലോഡ് കിട്ടി, കോവക്കായും കിട്ടും. കോവയ്ക്ക കിട്ടും. അടുത്തത് അന്നൂസ് വേൾഡ്. പാറ്റ്ന കേട്ട് ചിരിച്ചൊരു വഴിയായി കിലുക്ക സിനിമ ഓർമ്മ വന്നു. ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോസ് കാണാൻ, സന്തോഷം. അടുത്തത് ശോഭന വർഗീസ്. എൻ്റെ അജുവേട്ടാ എന്തിനെങ്ങനെ കിടന്ന് ഉരുളുന്നു, അങ്ങ് സമ്മതിച്ചൂടെ മറന്നുപോയെന്ന്. പിന്നെ സരിതയെ 90% ആണുങ്ങൾക്കും ഒരു ഡേറ്റും ഓർക്കാറില്ല, അതാണ് സത്യം. അത് നമ്മളുടെ എൻഗേജ്മെന്റ് നടന്ന ഡേറ്റ് എന്നാ ഡേറ്റ് ഓർമ്മ? എനിക്കറിയാം, ഡിസംബർ 22. കൊല്ലം 2002. എനിക്ക് പെണ്ണ് കാണാവുന്ന ദിവസോ? പെണ്ണ് കാണാൻ വന്ന ദിവസം ഞാൻ എന്തിനാ ആലോചിക്കുന്നത്? കുറേ പെണ്ണുകളെ കാണാൻ പോയില്ലേ? 49 പെണ്ണുങ്ങളെ കാണാൻ പൊക്കോ. എന്നെ കാണാവുന്ന ഡേറ്റാ പറയാൻ പറഞ്ഞത്. അതാണെങ്കിൽ ഒരു നവംബർ മാസത്തിലായിരിക്കും. നവംബറിൽ തന്നെയാ, നവംബർ 12-ാം തീയതി. അയ്യോ 12-22. ഇനി അത് മറക്കണ്ട. മറന്നാലും ഒരു കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് ചേട്ടന് പറഞ്ഞു കൊടുത്തെങ്കിൽ പിന്നെ ചേട്ടൻ മറന്നേനില്ല. ഇപ്പം അന്ന് പറഞ്ഞില്ലേ ഡിസംബർ 22, ഇനി അത് മറക്കില്ല. അത് നമ്മളത് സംസാരിക്കുമ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ല. ഇപ്പോൾ ഞാനിപ്പോൾ കല്യാണം കഴിയുന്നതിനേക്കാൾ മുൻപ് എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടാവുമോ? മിക്കവാറും മറന്നു പോകും. കലണ്ടർ കിട്ടുമ്പോഴൊക്കെ മാർക്ക് ചെയ്ത് വയ്ക്കും, പിന്നെ അത് മറക്കും. അച്ഛനും അമ്മയ്ക്കും തീരെ ഓർമ്മയുണ്ടാവില്ല. കാരണം ജീവിതം എന്താ പറയുക, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് അച്ഛനൊക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളുടെ പിറന്നാളൊക്കെ ഓർത്ത് വയ്ക്കാനൊക്കെ എവിടെയാണ് സമയം? അപ്പോൾ അതൊന്നും ഓർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ ശീലമായി, നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം സ്നേഹമുള്ളോ അല്ലെങ്കിൽ സ്നേഹമില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ. അനിലാകുമാരി. ഈ സരിതയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ആരെ ബോധിപ്പിക്കാനാ സരിതയെ? എല്ലാം സരിതയ്ക്ക് മാത്രം അറിയാം എന്നൊരു തോന്നൽ, വെറുതെ സംസാരിപ്പിക്കല്ലേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഈ ഡേറ്റ് ആവും ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും. അതിപ്പോൾ ചില കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ സരിതയ്ക്ക് അറിയുന്നത് അവൾ കൂടുതൽ വർത്തമാനം പറയുന്നതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത് ഞാൻ വർത്തമാനം പറയണു. ഇതെല്ലാം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഏതാണ് ഉദ്ദേശിച്ചേക്കണേ തന്നെയാവുള്ളോ. അടുത്തത് പുഷ്പകുമാരി. കൃഷ്ണമോളെ കണ്ടാൽ ചെറിയ കുട്ടിയാണല്ലോ, കാണുമ്പോൾ ചെറിയ കുട്ടീനെ പോലെ തോന്നും അതിനെ കാണുമ്പോൾ. പക്ഷെ ആൾക്ക് 21 വയസ്സായിട്ടുണ്ട്. 2003 ഏപ്രിലിൽ അവളെ സംഗീത പ്രസവിച്ചു. മെയ്യിലായിരുന്നു എൻ്റെ കല്യാണം. അതായത് എൻ്റെ കല്യാണത്തിന് മുന്നേ സംഗീത പ്രസവിച്ചു. എൻ്റെ കല്യാണത്തിനേക്കാൾ ഒരു കൊല്ലം മുന്നേ സംഗീതയുടെ കല്യാണം കഴിഞ്ഞു. അടുത്ത് ഗൾഫ് കോൺ 9:52. വീണ്ടും പെട്ടു നിൽക്കുമ്പോൾ അജുചേട്ടൻ്റെ ആസ്ഥാനത്തെ കോമഡിയും സരിതയുടെ മുഖഭാവം കിടിലം. ശരിക്കും സിംഹിണിയുടെ മുന്നിൽപ്പെട്ട മാൻപേടൻ ആയി അജുചേട്ടൻ. ഇന്നത്തെ വീഡിയോയിൽ സരിത സാരി ഉടുത്ത് വരുന്ന കണ്ടപ്പോൾ ചാക്ക് കെട്ടി വരിഞ്ഞപ്പോൾ കൊണ്ടുവരുന്ന പോലെ ഉണ്ടായിരുന്നു. ശരി, എനിക്കും തോന്നിയ വീഡിയോ കണ്ടപ്പോൾ. ആ സാരി ഒരു ഒതുങ്ങാത്ത സാരിയാണ്. സഞ്ജുവിൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്ത സാരി ആട്ടാ. സാരി ആണെങ്കിലേ പൂ പോലെ ഒരു കനമില്ല. ആ സാരി കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇത് നല്ല സുഖമായിരിക്കും ഇത് ഉടുക്കാൻ, ഒരു വെയിറ്റ് ഇല്ലാത്ത നല്ല സാരി. 3000 രൂപ കേട്ടോ സാരി തരാ, കല്യാണിന്ന് വാങ്ങിച്ചതാ.
എനിക്ക് ആ ബ്ലൗസ് വർക്ക് ചെയ്തിട്ട് സിനി തന്നപ്പോഴാണ് ഞാൻ ആ സാരിക്ക് മാച്ചായിട്ടുള്ള ആ ബ്ലൗസിന് മാച്ചായിട്ടുള്ള സാരിയാണ് പോയിട്ട് എടുത്തത്. എന്നിട്ട് അതന്ന് ഉടുക്കാൻ പെട്ട പാട് ദൈവമേ, അത് അന്ന് ശരിയായിട്ടൊന്നുമില്ല ഉടുത്തത്, അവിടെ ഇവിടെയൊക്കെ പൊന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ ഫ്ലീറ്റിലിടുമ്പോൾ പിന്നെയും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും വെച്ചിട്ടാണ് അങ്ങനെ ഇട്ട അന്ന് കല്യാണത്തിന് മുമ്പ്. അപ്പോൾ എനിക്കത് ഉടുത്തിട്ട് കണ്ണാടയിൽ നോക്കിയപ്പോൾ ഭംഗി തോന്നി, കറക്റ്റായിട്ട് നിൽക്കേണ്ടെന്ന്. വീഡിയോ കണ്ടപ്പോഴല്ലേ മനസ്സിലായി ഇങ്ങനെയാന്ന്. നമ്മൾ ഓരോ ഇതിൽ ട്രോളിലൊക്കെ പറയില്ലേ, ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അപ്പോൾ എൻ്റെ മനസ്സിൽ ഐശ്വര്യ റായ് അത് ഇട്ടോളോട്ടെ ചേട്ടാ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഐശ്വര്യ റായ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണം. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ തോന്നുന്നത് എന്നിട്ട് മറ്റേ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് എന്ന പോലെയാണ് എനിക്ക് അന്നുണ്ടായത്. കാരണം എൻ്റെ മനസ്സിൽ ഇത് നല്ല ഭംഗിയുണ്ട്, വലിയ കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു. വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ കോലം. ഞാനാണെങ്കിൽ ഈ വീഡിയോ ഓരോ ക്ലിപ്പുകൾ എടുക്കുമ്പോൾ അത് എങ്ങനെയുണ്ട്, ശരിയായിട്ടുണ്ടോ ഒന്നും നോക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നോക്കണം, നമ്മുടെ ഡ്രസ്സിന് വല്ല കുഴപ്പമുണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് വീഡിയോ ക്ലിപ്പ് ഒന്ന് ഫോണിലത്തെ സ്ക്രീനിലൊന്ന് കണ്ടു നോക്കാം അല്ലേ, നോക്കണം. ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടി വിയിലാണ് വീഡിയോ കാണാറ്. പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ, ഞാനും ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ നമ്മുടെ ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഞാൻ വൈകുന്നേരം കമൻസിന് റിപ്ലൈ കൊടുക്കാനിരിക്കുമ്പോൾ ഓരോ കമൻസ് വായിക്കുമ്പോൾ ഇത്രാമത്തെ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുമ്പോൾ അത്രാമത്തെ മിനിറ്റിൽ എന്തുട്ടാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പം ഞാൻ വീഡിയോ വെച്ചിരുന്ന് കണ്ടുകൊണ്ടാണ് റിപ്ലൈ കമൻറ്റിന് കൊടുക്കാറ്. അപ്പോഴാണ് വീഡിയോ കാണാം. അപ്പോഴാണ് അയ്യോ ഇങ്ങനെയാണോ ഞാൻ, എൻ്റെ ആകെപ്പാടെ കെട്ടിയരിഞ്ഞ് പൊതിഞ്ഞിട്ട്. അങ്ങനെ സാധാരണ നല്ല അടിപൊളിയായി സാരി ഉടുക്കാറുള്ളതല്ലേ? അതെ, സീമ ചേച്ചി ഉടുപ്പിച്ചു തരാറ്. കല്യാണ കുട്ടികൾക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. അടുത്തത് ലാമി ലൈഫ്. ദുരന്ത നിമിഷ ദിവസങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാത്ത നിഷ്കളങ്കനും നിസ്സഹായനുമായ അജു. ഞാനതല്ല ദുരന്തം എന്ന് പറഞ്ഞത്, ദുരന്ത ദിവസങ്ങൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വാക്കുകൾ പറയണ്ടത് ഉരുളൊന്നുമില്ല. ഇപ്പോഴും അത് സമ്മതിച്ചിരുന്നില്ല. അല്ല ഞാനല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ ആളുകള് അത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ആൾക്കാർ പറയുന്നു. അത് ചേട്ടൻ ആ അവസരത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാ? അല്ല ഇങ്ങനെ പറയുന്ന പറഞ്ഞ ആളുകള് അത് ഞാൻ അപ്പൊ പറഞ്ഞേ ചേട്ടൻ, അതിനപ്പം പറഞ്ഞേ. പിന്നെ അപ്പോഴല്ലാണ്ട് ഈ എന്നോട് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴല്ലേ പറയാ, അല്ലാണ്ട് പിന്നെ വെറുതെ എനിക്ക് പറഞ്ഞു നടക്കാനായിട്ട് എനിക്ക് തലയ്ക്ക് പ്രാന്തണ്ടാ. എന്താ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴും അത് മനസ്സിലാവാണ്ടല്ല, മനസ്സിലാവാത്തോണ്ടാണ് സരിത. കൊച്ചുറാണി, ഞങ്ങളുടെ എല്ലാ ഞാൻ വിഷയം മാറ്റിയതല്ല, ഇത് വെറുതെ സംസാരിച്ച എന്തിനു സമയം കളയണം, ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ടാണ്. ശരി 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 പറയൂ. സമയം 6 മണിയായി. കൊച്ചുറാണി, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു, ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. എന്റെയും എല്ലാ സ്വർണവും രൂപാന്തരപ്പെട്ടു. സിമെന്റും ഇഷ്ടികയും മറ്റു ചിലവുകളുമായി ഒരു ഭവനമാക്കുവാൻ ഇടയായി. ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഒരു ഇതെല്ലാ വീട്ടിലും സംഭവിക്കുന്ന കാര്യങ്ങളാണത്. സിമെന്റും കല്ലും മണ്ണും കട്ടയും. ഇവിടെ എല്ലാ ചേച്ചിമാരുടെയും സ്വർണ്ണങ്ങളും അവരുടെ വീട് പണിയുടെ സമയത്ത് പോയി. പക്ഷെ അവർക്ക് വീട് പണിക്ക് ശേഷം ഓരോന്നോരോന്നായിട്ട് അവർക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ സ്വർണ്ണങ്ങൾ വന്നു എന്ന് മാത്രം. നമ്മുടെ പിന്നെ പോക്ക് മാത്രം ഉണ്ടായുള്ളൂ, പിന്നെ തിരിച്ചു വരെ വന്നിട്ടില്ല. അതും വീട് പണിക്ക് എത്രയോ മുമ്പ് പോയി. സാറില്ല. അതെ. റെയിൻബോ പ്ലാന്റർ, മകളെ സുരക്ഷിതമായ കരങ്ങളിൽ ഒറ്റയ്ക്ക് എത്തിച്ച സരിത ചേച്ചിയുടെ കസിന് 1000 ആശംസകൾ. ആ ചേച്ചിയുടെ വിജയമാണ് മകളുടെ ഈ വിവാഹം. തീർച്ചയായിട്ടും അത് അവളുടെ കഥ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കണത്. നമ്മളൊന്നും നേരിട്ട പ്രശ്നങ്ങളൊന്നുമല്ല, അത്രയ്ക്കധികം അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ദൈവം ഒത്തിരി നാൾ സന്തോഷത്തോടും സമ്പൽ സമൃദ്ധമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഹെവൻ സോൾ ട്രൂ പാത്ത്. മോതിരം സരിതയ്ക്ക് ഇടതും അജുവിന് വലതുമാണ് വേണ്ടിയിരുന്നത്. ഞാൻ ആ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ വലത്തെ കൈമ നൂരിട്ട് ഇടത്തെ കൈമിലേക്ക് ഇട്ടു കേട്ടാ. പക്ഷെ നമ്മളെ ജ്വല്ലറിയിൽ വെച്ചിട്ട് അളവ് കൊടുക്കാൻ നിൽക്കുമ്പോൾ അവർ പറഞ്ഞേ പെണ്ണുങ്ങൾക്ക് വലത്ത് കൈമലും ആണുങ്ങൾക്ക് ഇടത് കൈയിലാണ്. അപ്പം അങ്ങനെ ആ വിരലിൻ്റെയാണ് അളവ് കൊടുത്തത്. അപ്പം കണ്ട എൻ്റെ ഈ വിരലുമ്മ ലൂസാ. ചേട്ടൻ്റെ അത് പക്ഷേ നീ വലത്തെ കൈമിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ. കാരണം സ്ത്രീകൾക്ക് ഇടതും പുരുഷന്മാർക്ക് വലതുമാണ് ബലം എന്നാണ് പഴമക്കാർ പറയുന്നത്. കുഞ്ഞുമോള് നന്നായി വരട്ടെ. കൃഷ്ണയ്ക്ക് എൻ്റെ മോളും കൃഷ്ണയാണ്. ഒരുപാട് സന്തോഷം, നന്മ നേരുന്നു. വീഡിയോസ് കാണുന്നുണ്ട്, മറുപടി ഇടാൻ പറ്റാറില്ല, ക്ഷമിക്കണേ. മക്കളെ സ്നേഹത്തോടെ, മിനി തിരുവനന്തപുരം. അടുത്തത് പ്രിയ ജോഷി. സരിത മോളെ വല്ലാത്ത കൊതിയായിരുന്നുടാ എനിക്കും ജോഷിയുടെ പേര് എഴുതിയ മോതിരം ഇടാൻ. നിങ്ങളുടെ പോലെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും സംഭവിക്കാത്ത പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 22 വർഷം കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്ത എൻ്റെ സ്വന്തം ക്യാഷ് കൊണ്ട് ഞാനൊരു മോതിരം ഉണ്ടാക്കി ഇട്ടു കേട്ടോ.
എന്താ സന്തോഷം, എപ്പോഴും ഞാൻ അതിലേക്ക് നോക്കി സന്തോഷിക്കും കേട്ടോ. എന്നിട്ട് പുള്ളിയോട് പറയും, ചത്താലും ഞാൻ ഇനി ഇത് തരൂല, വെറുതെ അത്യാവശ്യം വന്നാൽ ഊരി കൊടുക്കുക തന്നെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ ഒരു പൊടിയായാലും ഉണ്ടെങ്കിൽ ഇതുള്ളപ്പോൾ പിന്നെ പുറമെന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം കൈ നീട്ടാൻ പോകണ്ടല്ലോ. ഇത് കൊണ്ടുപോയി പണയം വയ്ക്കോ വിൽക്കോ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കുമല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കണതേ. അതുകൊണ്ടാണ് നമ്മളത് ഊരി കൊടുക്കണത്. കള്ളുകുടിക്കാനും ഒന്നിനല്ലല്ലോ ഊരി കൊടുക്കണത്. അടുത്തത് തോമസ് മംഗലം. സരിതയ്ക്ക് ഈയിടെയായിട്ട് ഡ്രസ്സിനോടും സ്വർണത്തിനോടും ബ്യൂട്ടിഫിക്കേഷൻ പരിപാടികളോടും ഒരു ആക്രാന്തം കൂടിയോ എന്നൊരു സംശയം. അതായിക്കോ പക്ഷേ അജുവിനെ തരം താഴ്ത്തിയിട്ട് വേണ്ട. പല ഷോപ്പിംഗ് സമയത്തും അത് കാണാം, പ്രത്യേകിച്ച് 2-3 പീപ്പിൾസിൻ്റെ മുന്നിൽ വെച്ച് ആളെ അങ്ങോട്ട് അടിച്ചിരുത്തുന്ന പോലെ. സന്തോഷമായി ചേട്ടനത് കേട്ടപ്പോ? എനിക്ക് സന്തോഷമൊന്നുമില്ല. ഞാൻ അല്ലെങ്കിലും ആ ഒരു കമന്റ് കേൾക്കുമ്പോൾ ചിരിക്കില്ലേ. പിന്നെ എൻ്റെ സാധാരണ തന്നെയാണ്. അടുത്തത് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എന്തുട്ടാ അത് വേണമെങ്കിൽ കൈക്കോട്ട് കളിക്കണം എന്ന് പറഞ്ഞതാണോ? ജ്വല്ലറിയിൽ വെച്ചിട്ട് കൈക്കോട്ട് കളിക്കണ കാരണം മോതിരം വേണ്ടാന്ന്. അത് കാരണം 6 ഗ്രാമിന്റെ ഒരു മോതിരം കൈമ വന്നു. കാശ് എത്ര രൂപ വരെ മുതലായി കിടക്കണേ അല്ലേ? അടുത്തത് ചിന്നുവനു. മോതിരം നിങ്ങൾ പരസ്പരം അണിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുരവിട്ടു. അയലക്കാരും വീട്ടുകാരൊക്കെ പ്രാന്താന്ന് വിചാരിച്ചേനെ അല്ലേ? ഈ സാധനം കേൾക്കുമ്പോഴേ ഇത് എവിടെ നിന്നത് വരണേ വിചാരിക്കല്ലോ. അടുത്തത് സ്വപ്ന സിജി. സരിത പറഞ്ഞത് കറക്റ്റാണ്. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 24 ഇയേഴ്സ് ആകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളും ബിസിനസ്സിൽ പൊട്ടി ഒരു പരുവത്തിലായി. സൗദിയിൽ ആണ്. ഒപ്പോസിബിളാ ഒന്നും ഇതുവരെ ഒരു വീട് പോലും ആയില്ല. ഈ മംഗ്ലീഷിലായ കാരണം ഉണ്ടാട്ടാ ഇങ്ങനെ തപ്പി വായിക്കണം. ഒരു വീട് പോലും ആയില്ല. പതിയെല്ലാം ശരിയാകുമായിരിക്കും. തീർച്ചയായിട്ടും ശരിയാവും. ശരിയാവാണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശരിയാവില്ലേ ദൈവമേ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ശരിയാവും. അടുത്ത ജെമിനി അച്ചു. അടിപൊളി കുടിയിൽ സൂപ്പറായിട്ടോ. ഫിഷിന് CPR കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉറക്കെ ചിരിച്ചു പോയി. എൻ്റെ ജഗ്ഗുവേ നിൻ്റെ ഒരു കൗണ്ടർ. ജഗ്ഗു അങ്ങനെയൊന്നും സംസാരിക്കില്ല, സംസാരിച്ചാൽ ഇങ്ങനെയും. ഒത്തിരി ചിരിച്ചു. അല്ലേട്ട വന്നപ്പോഴാണ് അതിനൊരു ഫിനിഷിങ് പൂർണ്ണത വന്നത്. അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കുടിലിൻ്റെ പാല് കാച്ചല്ലേ, മറ്റേ മീനിട്ടപ്പോൾ ഒരു മീൻ ചത്തു. അപ്പൊ ജഗ്ഗു പറഞ്ഞു CPR കൊടുക്കാനേ. ജഗ്ഗു അങ്ങനെ തന്നെയാ, അങ്ങനെ കുറെ സംസാരിക്കൊന്നുമില്ല, പക്ഷെ ഇടയ്ക്ക് നല്ല കൗണ്ടർ അടിക്കും. നമ്മളിങ്ങനെ ഓർത്ത് ചിരിക്കാൻ പറ്റണ ഓരോ കൗണ്ടറുകൾ അടിക്കും. വീണ ഹർഷൻ. സൂപ്പറായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചോളൂ പുക പോണത് ഇഷ്ടമാണെന്ന് സരിതച്ച് പറഞ്ഞപ്പോൾ ഇഷ്ടിയച്ചുള്ളിൽ പോയാൽ സൂപ്പറായിട്ട് കാണാമല്ലോ എന്ന്. അപ്പോഴേ അജേട്ട അത് പറഞ്ഞു. അടുത്തത് സ്വപ്ന സിജി. ആ 2 മക്കളും പാവമാണ്. ആ മോൻ്റെ പാട്ട് സൂപ്പറായിരുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. അജു സരിത കുടിലിൽ പാചകം വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിന് ഒരുപാട് എന്തെന്നില്ലാത്ത സന്തോഷം. റിയാസ്. സരിത ആദ്യം കൈച്ചെയിനല്ലേ വിറ്റത് അജു? അതെ, ആദ്യം അതിലായിരുന്നു തുടക്കം. പിന്നെ വിൽക്കല് എന്ന് പറയുന്നത് എനിക്കൊരു ഭ്രാന്തായി മാറി. കണ്ണിൽ കണ്ടതൊക്കെ വിറ്റു തുലച്ചു. അവസാനം ഇനി ഒരു സാധനവും വിൽക്കാൻ ഇല്ല എന്നറിഞ്ഞപ്പോഴാണ് എൻ്റെ ആ ഭ്രാന്ത് ഒന്ന് ശമിച്ചത്. കറക്റ്റ്. റിസപ്ഷനിൽ അജു ജഗ്ഗുവിനെ പരിചയപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവാതെ പോയേനെ. റിസപ്ഷന്റെ സാന്നിധ്യം ചേട്ടൻ കാണിക്കുന്നല്ലോ, ഇതാണ് ജഗ്ഗു എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ശരത് CB ബാബു. കല്യാണ ഡേറ്റ്, പിറന്നാൾ ഡേറ്റ്, എൻഗേജ്മെന്റ് ഡേറ്റ് ഇതൊക്കെ ഞാൻ എല്ലാ കൊല്ലവും മറന്നുപോകും. എത്ര ഓർമ്മിക്കാൻ ശ്രമിച്ചാലും പറ്റില്ല. അജുയേട്ടനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഒരുവിധം ആണുങ്ങൾ അങ്ങനെയാണ്, ഞാനടക്കം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാർ വാങ്ങിയതും പറമ്പ് വാങ്ങിയതും എല്ലാം എൻ്റെ ഭാര്യയുടെ സ്വർണം കൊടുത്തിട്ടാണ്. പക്ഷേ ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഹാപ്പിയാണ്. ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശരത്. ശരിയാണ്, ആണുങ്ങളിങ്ങനെ ഡേറ്റുകൾ അങ്ങനെ ഓർത്ത് വയ്ക്കാറില്ലേ? പെണ്ണുങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ആൾ പറയാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാണ്ട് കണക്കാക്കി വയ്ക്കും. എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഉണ്ടാ എനിക്ക് ഓർമ്മയുണ്ടാവില്ലേ എൻ്റെ പിറന്നാളും കുറുന്നാളല്ലേ പറഞ്ഞേ. ഇപ്പം ഈ കല്യാണ ഡേറ്റ് തേങ്ങ വാങ്ങാതൊക്കെ ഉള്ളത് നമ്മളത് അത്ര ശ്രദ്ധിക്കാറില്ല. സാരില്ലേ, പോട്ടെ. ഞാൻ എന്തുകൊണ്ടാന്ന് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടൻ കൃത്യമായിട്ട് കൊല്ലം ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ച് പറയാറില്ലേ? അവരെ പണ്ടത്തെ കഥകൾ പറയുമ്പോൾ 1900 ഇത്ര അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അടുത്തത് സന്ധ്യ ബിജു. കൃഷ്ണയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു കൊച്ചുകുട്ടിയെ പോലെ. ഹാപ്പി മാരീഡ് ലൈഫ്. ചേട്ടൻ ദുരന്തം ഓർത്തിരിക്കുമോ എന്ന് ചോദിച്ചു കേട്ട് ചിരിച്ചു വയ്യാണ്ടായി. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ജഗ്ഗു ജീൻസ് പാൻറ്റൊക്കെ ഇടുന്നതല്ലേ നല്ലത്? അതിൽ തന്നെ എന്തെല്ലാം മോഡലുണ്ട്, അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, അവനെടുത്ത് കൊടുത്തതാ, എടുത്തു കൊടുത്തിട്ട് അവനിട്ടില്ല.
എന്നിട്ട് അവൻ ഈ ട്രൗസർ പോയിട്ട് എടുത്തിട്ടിട്ട് പോയതാ. അവന് കാല് ഉഷ്ണിക്കുന്നു പറഞ്ഞിട്ട്. മോതിരം കൈമാറിയത് കൊള്ളാം. ഫസ്റ്റ് കാണിച്ച് 5 പവൻ സെറ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, വിശ്വസിക്കാൻ പറ്റിയില്ല. ശരിയാന്നേ, ഞെട്ടിപ്പോയില്ല അത് കണ്ട്. ഞാൻ 5 പവനുള്ളൂ എന്ന് പറഞ്ഞാൽ. അടുത്ത് രാധാമണി EV. അജു സരിതയെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും അതിനിടയിൽ ഒരു വിഷമം തോന്നി. ആ കുട്ടിയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ. പാവം കുട്ടി, തീരെ പ്രായം തോന്നില്ലല്ലോ. സരിത സെറ്റ് സാരിയിൽ സുന്ദരിയായിട്ടുണ്ട്. പ്രായമുണ്ട്, ഞാൻ പറഞ്ഞില്ല, 21 വയസ്സായിട്ടുണ്ട്. രഞ്ജിത്ത് മേനോൻ, ഇതെന്താ ഇത് റിംഗ് എക്സ്ചേഞ്ച്? ഇത് അടിപൊളിയായി മക്കളെ. അജു എന്താ മാരേജ് റിസപ്ഷൻ കാഷ്വൽ ഡ്രസ്സിൽ? ബ്രൈഡിൻ്റെ അമ്മയുടെ ചായ ഉണ്ടല്ലോ സരിതയ്ക്ക്. ഉണ്ടാവും, എൻ്റെ അമ്മയുടെ മോളല്ലേ. അറ്റ് എ ഗ്ലിംസ്, കല്യാണച്ചക്കൻ അടിപൊളി. ഈ എപ്പിസോഡിൽ അജു പ്രസൻറ്റേഷൻ എസ്പെഷ്യലി ഡയലോഗ് നന്നായിട്ടുണ്ട്. ജഗ്ഗുവും മാമനെയും കണ്ടാൽ അച്ഛനും മോനുമാണെന്നേ തോന്നുന്നു. ആര്? ജഗ്ഗുവിനെയും തുന്തുരുവിനെയും കാണുമ്പോൾ. അടുത്ത് അനിത കെ. 2 പേരുടെയും മോതിര കൈമാറ്റം കണ്ടു, സന്തോഷം. ഇനി എന്തു വന്നാൽ ഇട്ട മുദ്ര അഴിച്ചു വിൽക്കരുത് കേട്ടോ. അജു സരിത കൃഷ്ണയ്ക്ക് വിവാഹമംഗളാശംസകൾ. അടുത്ത് റഫീഖ്. സാഹചര്യം പറയട്ടെ, മോതിരം വെക്കുന്ന സാഹചര്യം എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല. ചേട്ടന് ആ കാര്യത്തിൽ മാത്രം ചേട്ടന് അങ്ങനെ പറയും. സ്വർണ്ണം എടുക്കുമ്പോഴൊക്കെ അതും പറയട്ടാ, സ്വർണ്ണം എടുക്കാൻ ആവശ്യം വന്നാൽ വിൽക്കാലോ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് എടുക്കണത് തന്നെ, വിൽക്കണ കാര്യം. അടുത്ത് കൃഷ്ണമോൾക്കും അജിത്തിനും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സരിതയെ എൻ്റെ ഹസ്സും അജു ഏട്ടനെ പോലെയാണ്. കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ച ആളാണ്. മുമ്പൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതൊക്കെ മാറി. ഞാൻ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് തോന്നി. ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി. ആളുടെ മനസ്സ് പാവമാണ് കേട്ടോ, അജു ഏട്ടനെ പോലെ. അതന്നെ, ഇപ്പം ഡേറ്റ് ഇരുന്നാലേ സ്നേഹമുള്ളൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഡേറ്റ് മറന്നുപോയി എന്ത് ചെയ്യും? നമ്മൾ വിളിച്ച് ചോദിക്കണം. നമ്മളെ ചില കാര്യങ്ങൾ നമ്മളോട് ഇപ്പോൾ ഒരു വട്ടം പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ നമ്മളോട് വീണ്ടും ചോദിക്കണം, അത്രേ ഉള്ള കാര്യം. അടുത്ത് ഭാരതി ആനന്ദ്. സന്തോഷം, നിങ്ങളുടെ മോതിരമാറ്റം കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. സരിതയെ ആണുങ്ങൾ അധികം പേരും കല്യാണം കഴിഞ്ഞ ദിവസം ഭാര്യയുടെ പിറന്നാൾ ഇതൊന്നും അങ്ങനെ ഓർക്കില്ല. ഇപ്പോൾ ഉള്ളവരാണ് ഇതൊക്കെ കൂടുതൽ ഓർക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. സരിത സ്വർണ്ണം നഷ്ടപ്പെട്ടതും ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ഞാനും ഒരുപാട് വർഷം പിന്നിലേക്ക് പോയി. ഇതെല്ലാം അനുഭവിച്ച് ഓരോ പ്രതിസന്ധികളും തരണം ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ 40 വർഷം പിന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. നിങ്ങളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ലവ് യു ഡിയേഴ്സ്. എല്ലാവരും ഓരോ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. സാമ്പത്തികം ബുദ്ധിമുട്ട് ആയിരിക്കും ചിലപ്പോൾ കുറേ പേർക്ക് വേറെയും. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും, നമുക്കും ഒരു നല്ല കാലം വരുന്നു. ഇത് വല്ല മാറാരോഗങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അതല്ലാണ്ട് വേറെ പലതരം പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ചിലപ്പോൾ ഭയങ്കര പൈസ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ വലിയ കൊട്ടാരം പോലത്തെ വീടും ബെൻസ് കാറൊക്കെ ഉള്ളവർക്ക് നമ്മളെക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ടാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ സുഖം എന്ന് വിചാരിക്കും നമ്മൾ. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും. അടുത്ത് ശില്പ ശ്രീകുമാർ നായർ. ചേച്ചി ഇത് ചെറിയേട്ടൻ്റെ മോൻ്റെ നിശ്ചയത്തിൻ്റെ ഡ്രസ്സല്ലേ? അതെ ചേച്ചി, ഈ കല്യാണത്തിന് ഇട്ടത്. ഇനി ചേട്ടൻ ഒരു സാരി മാത്രമേ ഒരു കല്യാണത്തിന് ഉടുക്കൂ എന്ന് പറഞ്ഞത് ചേച്ചിയെ വഴക്ക് പറയരുത് കേട്ടോ. മനസ്സിലായില്ലേ? ഒരു പരിപാടിക്ക് ഇട്ടതിന് വേറെ ഇടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് നീ കളിയാക്കരുതെന്ന്. ഇപ്പൊ സഞ്ജുവിന്റെ പരിപാടിക്ക് ഇട്ടത് ഞാൻ ഈ കല്യാണത്തിന് ഇട്ടില്ലേ. മുദ്ര ശ്രദ്ധിക്കണം. എന്തൊരു മുദ്ര? നെക്ലസ് വേറില്ലേ? നെക്ലസ് അത് പൊട്ടിപ്പോയി. സഞ്ജുവിന്റെ കല്യാണത്തിന് എല്ലാ എൻഗേജ്മെന്റിന് ഇട്ട മാല പൊട്ടിപ്പോയി. അതുകൊണ്ട് അല്ലെങ്കിൽ അതന്നെ ഞാൻ ഇടുമായിരുന്നുള്ളൂ. കമ്മലും വളയും അതന്നെയായിരുന്നു. മാല പൊട്ടി, അതാണ് സീമ ചേച്ചിയുടെ മാല ഇട്ടു. അല്ല, അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇപ്പഴാണ് ആലോചിച്ചത്. അത് കല്യാണമല്ല, എൻഗേജ്മെന്റ് ആയിരുന്നു. അതെ, എൻഗേജ്മെന്റ്. അത് കല്യാണമാണ്, ഫംഗ്ഷൻ അല്ലേ? കല്യാണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് 6 കല്യാണങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ ചേട്ടാ, ഇപ്പൊ ഈ സൈഡില് ചേട്ടന്റെ ഈ ബന്ധുക്കള്, അതായത് ഇപ്പൊ ഇവിടത്തെ ഒരു പരിപാടിക്ക് എല്ലാ ബന്ധുക്കളും കൂടിയ പരിപാടിക്ക് അത് എന്റെ ബന്ധുക്കളുടെ അവിടെയാ. അതവിടെ ഇടാം, കുഴപ്പമില്ല. ഇത് ഇവിടെ എങ്ങനെ, അത് അവിടെ എങ്ങനെ? ചിന്നുവിന്റെ അമ്മ സരിത, നിന്റെ പ്രണയത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്നു. നിന്റെ അജു തീർച്ചയായും സരിതയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ യാതൊരു എതിർപ്പും കൂടാതെ അജു അങ്ങനെ ചെയ്തു. നവദമ്പതികൾക്ക് ആശംസകൾ നേരുന്നു. സരിത, ശരിക്കും നിങ്ങളാണ് ഈ താമരശ്ശേരി കുടുംബത്തിലെ പെർഫെക്റ്റ്, കുടുംബത്തിലെ എല്ലാവരെക്കാളും പക്വതയുള്ള വ്യക്തി. അത് ശരി തന്നെയാണ്. സരിതയോടെ തന്നെയാണ് ഓരോ ചേട്ടന്മാരും എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുക, കൂടുതൽ ഈ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാ അല്ലേ? വേറെ ആരോടുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായം അറിയണമെങ്കിൽ അവർ എൻ്റെ അടുത്തേക്കാണ് ആദ്യം വരാം. ഞാനുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും. എൻ്റെ ഒരു അഭിപ്രായം അവരെടുക്കും. അടുത്തത്
സജിമോൾ, അതുപോലെ ഹോസ്പിറ്റൽ കേസ് വന്നാലും എനിക്കിവിടെ മുൻഗണന. അച്ഛനും അമ്മയെ ആശുപത്രിയിൽ എടുക്കുമ്പോഴൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് ആശുപത്രിയിൽ നിൽക്കാറ്. അച്ഛനമ്മയ്ക്കും അതിൻ്റെ ഇഷ്ടം. ഞാൻ കൂടെ വരണത്, ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോഴായാലും ഞാൻ കൂടെ വരണത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയാലും ഞാൻ നിൽക്കണതാണ് അവർക്ക് ഇഷ്ടം. ഇങ്ങനെ ഇപ്പം അനിലൻ ചേട്ടൻ അന്ന് പാമ്പ് കടിച്ചിട്ട് കൊണ്ടുപോയില്ലേ, സീമ ചേച്ചി വന്നില്ലല്ലോ, സ്വന്തം ഭാര്യ വന്നില്ല, ഞാനാണ് പോയത്. ചേച്ചിക്ക് ഞാൻ കൂടെ പോണതാണ് ചേച്ചിക്ക് ധൈര്യം. അങ്ങനെ. അടുത്തത് സജിമോൾ, അജു ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. പറമ്പിൽ പണിയെടുക്കുമ്പോൾ റിങ് പറമ്പിൽ ഊരി വെക്കല്ലേട്ടാ. അതിന്റെ തിളക്കം കാണുമ്പോൾ ഫ്രോഗ് പറമ്പിൽ ഉണ്ടെങ്കിൽ അത് തിന്നും. കോമഡി അല്ലാട്ടാ. ചേട്ടൻ അതൊക്കെ ഭയങ്കര പേടിയാ. സ്വർണത്തിന്റെ കാര്യമൊക്കെ അത്രയ്ക്കും ഭയങ്കര സൂക്ഷിക്കും. സ്വർണം മാത്രല്ല, എല്ലാ സാധനങ്ങളായാലും ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. ഗിരിപ്രസാദ്, അജയ് എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഓർമ്മിക്കാത്ത ശരിയായില്ല. ദുരന്തമല്ല, ലക്ഷ്മി ദേവിയാണ് കടന്നു വന്നത്. അതുപോലെ ഇന്ന് ഉടുത്ത സാരിയും ബ്ലൗസും അനിലേട്ടന്റെ മകന്റെ കല്യാണം ഉറപ്പിക്കുന്ന ദിവസം ഉടുത്ത സാരിയാണ്. പക്ഷെ എന്റെ ഭാര്യ ഇന്നലെ ഇട്ട ചുരിദാർ ഓർമ്മയില്ല. അതെന്താണാവോ? മറ്റുള്ള പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധ. ഭാര്യ ഇത് കണ്ടു കഴിഞ്ഞാൽ കൊണ്ടഴിച്ചിട്ടാണ്. കൊണ്ടഴിച്ചിട്ടെന്ന് പറഞ്ഞ മുടിയെ അഴിച്ചിട്ട് തുള്ളൂല്ലേ. ആളെന്നെ എല്ലാ കമന്റ് ഇട്ടിട്ടുണ്ട്. നന്നായിണ്ട്. ഈ കമന്റ് വായന വെറുതെ കാണിക്കണ്ട. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാ. ഞാൻ കുറച്ച് ഇന്നലെ ഇട്ട ഡ്രസ് ചേട്ടന് ഓർമ്മയുണ്ടോ? ഇന്നലെ ഇട്ടതാ ഓർമ്മയുണ്ടാവില്ല. സ്വന്തം ഭാര്യ ആലോചിച്ചെടുക്കട്ടെ. ആലോചിച്ചിട്ട് സമയം താങ്ങ കുതിരട്ടം പറയുന്ന പോലെ മറ്റേ വിദേശത്ത് ഗൾഫിൽ ബോക്സിങ് ഇങ്ങനെ മതി. ഇനി കഥയിലേക്ക് പോവല്ലേ, സിനിമ കഥയിലേക്ക് പോവല്ലേ. ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ടാണ്. ഇരുട്ടായി. വെളിച്ചം വെച്ചാലോ നോക്കി നോക്കിയേ. ഇപ്പൊ ഇരുട്ടായിട്ട് രസം ഉണ്ടാവില്ലേ കാണാൻ. നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വെളിച്ചം കുറഞ്ഞു. അപ്പൊ നമ്മുടെ സോളാർ കത്തി. അത് കാണിച്ചു കൊടുത്തു ചേട്ടാ. ഇങ്ങോട്ട് വെച്ചേക്കണ ലൈറ്റ് അത് കത്തി കണ്ട, കത്തി നിൽക്കണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇപ്പുറത്തെ ലൈറ്റാണ് കത്തിയിട്ടുള്ളത്, അപ്പുറത്തെ ലൈറ്റ് കത്തിയില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ട 2 ലൈറ്റ് ഒരേ സമയം കത്താ. ഇങ്ങോട്ട് വെച്ച് ഇവിടെ വെച്ച് ചേട്ടാ, ഇങ്ങോട്ട് വെച്ച് നോക്കിയാ വിളിച്ചിട്ടുണ്ടോന്ന്. വിളിച്ചിട്ടുണ്ടോ? ആ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇരിക്കാൻ അവിടെ ഇരുന്നോട്ടാ. അയ്യോ, ഇപ്പുറത്ത് കസേരയൊക്കെ സ്ഥലമില്ല. ആ ഇങ്ങോട്ട് നീക്കി വെച്ചിരുന്നോ. ഓക്കെ. ഇപ്പഴാ അടിപൊളി, നല്ല വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നസീർക്കാക്കി നന്ദി. തുടങ്ങിക്കോ. നല്ല രസം, കാറ്റ് തുടങ്ങി, നല്ല കാറ്റ്. അടുത്തത് വിനോദ് വയൽവാരം. കടം കയറി എൻ്റെ വിവാഹമോതിരം ഇതുപോലെ വിറ്റുപോയ സംഭവം ഓർമ്മ വന്നു. 15 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് പുതിയൊരു മോതിരം വാങ്ങിയിട്ടത്. ശരിക്കും സരിതയാണ് ഇഷ്ടം. അജുവിനെ പോലെ ഒരാളെ നേർവഴിക്ക് നടത്തുന്നത്. അടുത്തത് രാഗി സജി. അജേട്ടാ, ദുരന്തം എന്ന വാക്ക് അറിയാതെ പറഞ്ഞും പോയി, ആകെ പെട്ടല്ലോ. ചേച്ചിയുടെയും ചേട്ടൻ്റെയും അതിനെ തുടർന്നുള്ള തർക്കങ്ങൾ കേൾക്കാൻ നല്ല രസമായിരുന്നു. കല്യാണം കഴിഞ്ഞ 2 പേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനേ ആ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നടന്നു വരുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ദിവസം ചേട്ടനോട് ചോദിക്കണം എന്ന്. ചേട്ടന് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടന്നൊരു ദിവസത്തിനെ കുറിച്ചിട്ട് ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് ഞാൻ മുന്നേ ചോദിച്ചു വെച്ചിരുന്നെങ്കിലോ, ചേട്ടൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് 2002 കലണ്ടറൊക്കെ എടുത്ത് നോക്കി വെച്ചേനെ. ചിലപ്പോൾ ഡേറ്റ് ഏതാണ്ട് ഒരു ഊഹം ഉണ്ടാവുമല്ലോ. ഡിസംബർ മാസമാണെന്ന് പോലും ചേട്ടന് ഓർമ്മയില്ല അല്ലേ? ഡിസംബർ മാസം ഓർമ്മയുണ്ട്. നവംബർ ഡിസംബർ അതിന്റെ അടുത്ത്. അപ്പൊ ഏതെങ്കിലും ഞായറാഴ്ച ആലോചിച്ചാൽ കിട്ടുമായിരിക്കും നമുക്ക്. അപ്പൊ നോക്കിയാലോ ചേട്ടൻ. ഞാൻ അതിനെ കുറിച്ച് മിണ്ടാണ്ടിരുന്നാ, എന്നിട്ട് ഇവിടെ ഇതിൽ ചോദിക്കാം. അപ്പൊ അത് ശരിക്കും നാച്ചുറലായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതുപോലെ തന്നെ വന്നു. പക്ഷെ ദുരന്തം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ദുരന്തം എന്ന് പറയുന്നത് നീ വന്നത് എൻ്റെ ജീവിതത്തിൽ വന്നുള്ള ദുരന്തല്ലടി. ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെ ആളുകൾ പറയുന്നു പറഞ്ഞ, കോമഡി ആയിട്ട് പറയുന്ന പറഞ്ഞേ. അല്ലടി, വേറെ ആളുകൾ പറയില്ലേ. നമ്മൾ വാട്സപ്പിൽ ഇതിലും ഓരോ കോമഡികളില്ലേ. നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഞാൻ ഈ ദുരന്തങ്ങളെ ഓർക്കാറില്ല എന്ന് പറയില്ല. അങ്ങനത്തെ വാക്കുകൾ മറ്റുള്ളവർ പറയണത് ഞാൻ അങ്ങനെ പറയുന്നു പറഞ്ഞാണ്. അല്ലാണ്ട് മനസ്സിലായി അപ്പോൾ തലയിൽ കയറിയ, അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ല. എന്തെല്ലാം വിശദീകരണം കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലായില്ലെന്ന് പറഞ്ഞു ഞാൻ പറയും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വേറെ ആളുകള് അങ്ങനെ കോമഡിയിൽ പറയുന്നു, അല്ലാണ്ട് ഞാൻ പറയുന്നല്ല. ഞാൻ പറയുകയാണെങ്കിൽ ആ സമയം തന്നെ കറക്റ്റ് ചേട്ടാ അത് പറയേണ്ട കാര്യം. അത് നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പറയാല്ല. എനിക്ക് വെറുതെ ഇങ്ങനെ നടന്ന വഴിക്ക് ഇങ്ങനെ നടന്ന് പറയാൻ തളിക്കലായിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം അവിടെ
ഒന്നുമില്ല, നിർത്തിക്കോ. അവിടെ നിന്ന് ഒരു വട്ടം പറഞ്ഞാണ്, എന്നിട്ട് വീണ്ടും ഇതിലേക്ക് വന്നു. അയ്യോ, ചേട്ടൻ്റെ അടുത്ത് കണ്ടില്ലേ, ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ അടുത്തൊന്നും പറയാം. SS ശോഭന, പറയാതെ വയ്യ, അജുവിൻ്റെ ആ കോമഡി അസ്ഥാനത്തായി പോയി. സരിതയുമായുള്ള വിവാഹം ഒരു ദുരന്തമായി എന്ന് പറഞ്ഞത് അത് ക്ഷമിക്കില്ല. കെട്ടുതാലി വരെ നശിപ്പിച്ചിട്ടും ഇത്രയും നാൾ കൂടെ നിന്ന് ഇന്ന് കാണുന്നതൊക്കെ അജുവിനുണ്ടായത് സരിത ആയതുകൊണ്ട് മാത്രമാണ്. എന്നിട്ടൊരു സോറി, അല്ലെങ്കിൽ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞില്ലെന്നതോ പോട്ടെ, വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കുന്നു വിദ്വാൻ. സരിതയുടെ മുഖത്തുണ്ടായ വിഷമം അജു കണ്ടില്ലെന്ന് നടിച്ചു. കഷ്ടം. എങ്ങനെയുണ്ട് ചൊറിഞ്ഞ് വഴക്ക് കുടിപ്പിക്കാനുള്ള തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത്. അല്ലല്ല, ആ ചേച്ചിക്ക് വിഷമം തോന്നി, അതുകൊണ്ട് അത് പറഞ്ഞതാ. ചേച്ചി വിഷമിക്കണ്ട കേട്ടോ, അത് സാരല്ല. അടുത്തത് മീര മേനോൻ, വെരി സ്വീറ്റ് കപ്പിൾ, മേ ദെയർ കപ്പ് ഓഫ് ലവ് ഓൾവേസ് ഓവർഫ്ലോ വിത്ത് ലവ് ആൻഡ് ഹാപ്പിനെസ്. അതെ, അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. കാരണം ആ കുട്ടി കൃഷ്ണയുടെ കല്യാണത്തിനാണ് കേട്ടോ പറഞ്ഞേക്കണേ. കൃഷ്ണ ജനിച്ചേ പിന്നെ തൊട്ട് അത് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാണ്. അപ്പോൾ അത് അങ്ങനെ വിഷമിച്ചും ടെൻഷനും പേടിച്ചും വിഷമിച്ചും ജീവിച്ചത് കൊണ്ടൊക്കെ ആയിരിക്കുന്നുണ്ട് അത് ഉയരം വണ്ണമൊന്നും ഇല്ലാണ്ട് പോയതെന്നുകൊണ്ട് തന്നെ ഒരു മനസ്സമാധാനമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാവും തോന്നുന്നുണ്ട് അതിങ്ങനെ കുഞ്ഞിതായി പോയത്. അതിനി ഭർത്താവിൽ നിന്നും അവൾക്ക് സ്നേഹം നന്നായി കിട്ടട്ടെ. ഇനി ഇവിടെ നിന്നെങ്കിൽ അവളുടെ ഒരു നല്ല ജീവിതമാവട്ടെ. അത് തന്നെ ഞങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന. ഷാജി ഫിലിപ്പ്, സരിത പറഞ്ഞതെല്ലാം പരമാർത്ഥം, ഒന്നും കളയാനില്ല. സരിതയുടെ വാക്കുകൾ അജു പ്രാവർത്തികമാക്കിയാൽ അബദ്ധങ്ങളിൽ ചാടുന്നതിന് മുമ്പ് കേട്ടാ നിങ്ങളുടെ ജീവിതം സക്സസ് ആകും. അടുത്തത് വി ജി എഡിറ്റ്സ് എന്നാണോ, വി ഗഡിറ്റ്സ് എന്നാണോ, വി ജി എഡിറ്റ്സ് എന്നാണോ? സരിതയെ സെയിം തന്നെയാണ് എൻ്റെയും അവസ്ഥ. പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സ്വർണം പോയത്. സരിത പറഞ്ഞ പോലെ വെഡ്ഡിങ് റിങ് ആദ്യം പോയി, പിന്നെ എല്ലാം പോയി. വെഡ്ഡിങ് റിങ് ആദ്യം പോയാ? അതെന്താ അങ്ങനെ ചെയ്തേ? വെഡ്ഡിങ് റിങ്ങും താലിയും നമ്മൾ ലാസ്റ്റ് എടുക്കുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇടാത്ത വലിയ സാരിമാല പോലത്തെ സാധനങ്ങൾ, വീതി കൂടിയ വളകൾ, അങ്ങനത്തെയൊക്കെ നമ്മൾ ആദ്യം പോവാം. നമ്മൾ എന്നിടുന്ന സാധനങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ, പിന്നെ ബാക്കിയുള്ളത് പോവാം. അടുത്ത് ആദം അസാൻ, സരിത ശരിക്കും ചൂടായ പോലെ ഉണ്ട്. അജു ചേട്ടൻ ദുരന്തം എന്ന് പറയണ്ടായിരുന്നു, വിഷമമായി കാണും. അതെനിക്ക് അപ്രതീക്ഷിതമായ ഒരു ഇതായിരുന്നു ചേട്ടൻ്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനി വിശദീകരിക്കരുത് പ്ലീസ് ചേട്ടാ, പ്ലീസ്. അടുത്തത് ജോഷി ജോസ്, ഐ വിഷ് യു എനിക്ക് വർത്തമാനം പറയാൻ പറ്റും. ജോഷി ജോസ്, ഐ വിഷ് യു ലോങ് ഹാപ്പി ലൈഫ്. ഇതുപോലെ ഒരു സിമ്പിൾ മാരേജ് കണ്ടിട്ട് ഒരുപാട് നാളായി, അത്ര നൈസ്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. അടുത്ത് ജിൻസി സന്തോഷ്, സരിതേച്ചി നിങ്ങളുടെ തീയതിയുടെ തല്ലുപിടുത്തം കണ്ടപ്പോൾ ഞാൻ ഇവിടുത്തെ പോലെ തന്നെയാണല്ലോ എന്ന് ചിന്തിച്ചു. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഓർക്കാത്ത ആളായ എൻ്റെ ഹസ്. പിന്നല്ല, ബട്ട് അന്ന് തുടക്കമല്ലേ, ഒത്തിരി വിഷമിച്ചു. ഇതുപോലെ ചെറുതായി വഴക്ക് കൂടി. പക്ഷെ പോകെ എനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലായി. എന്നോളം ആൾക്ക് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല എന്ന്, ടിൽ മൈ ഡെത്ത് എന്ന് എനിക്ക് 100% ഉറപ്പാണ്. തിരിച്ചങ്ങോട്ടും നോ വേർഡ്സ് ടു സേ സിൻസിയർലി. അതുകൊണ്ട് തീയതിയിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണ്. അജു ചേട്ടായിയുടെ പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു ശുദ്ധൻ. അതുകൊണ്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഗോൾഡും ഞാൻ കൊടുത്തു ഓരോരോ ആവശ്യങ്ങൾക്ക്. നമ്മളല്ലാതെ പിന്നെ ആരാ കൊടുക്കുക? ഇപ്പോൾ കുറേശ്ശെയായിട്ട് വാങ്ങിത്തരുന്നു. ആൾക്ക് നല്ല സങ്കടമുണ്ട് എടുത്തതിൽ. ഞാൻ പറയും എനിക്കൊരു സങ്കടവും ഇല്ല, പകരം ചേട്ടനെ എൻ്റെ ആയുസ് മുഴുവൻ കൂടെ ഉണ്ടായാൽ മതിയെന്ന്. നല്ല കപ്പിൾ. നല്ല കമന്റ്. നല്ല കമന്റ് മാത്രമല്ല, അതുപോലെ തന്നെ നല്ല മനോഹരമായ ജീവിതം ആശംസിക്കുന്നു. അതെ. അടുത്തത് അനിതാകുമാരി എസ്, ഞങ്ങളെ കൂടി ഇമോഷണൽ ആക്കി കളഞ്ഞു നിങ്ങൾ. കണ്ണു നിറഞ്ഞു പോയി, ഒപ്പം സന്തോഷവും തോന്നി. അന്ന് കുറേ വിഷമിച്ചെങ്കിലും ഇന്ന് ജീവിതം മാറി മറിഞ്ഞില്ലേ? ദൈവം നിങ്ങളുടെ വിഷമം കണ്ടു. മുന്നോട്ടൊരു പാത തുറന്നു തന്നപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലത്തെത്തിയല്ലോ. കൂടപ്പിറപ്പുകളുടെ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഒപ്പമുണ്ടായി. നിങ്ങളുടെ ജീവിതം വിഷമിക്കുന്നവർക്കൊരു മാതൃക തന്നെയാണ്. ഈശ്വര കടാക്ഷം നിങ്ങൾക്കുമേൽ എപ്പോഴും ഉണ്ടാകട്ടെ. സന്തോഷം. അടുത്തത് അനിതാകുമാരി എസ്, അജു ദുരന്തം എന്ന് ആ ദിവസത്തെ പറഞ്ഞത് തമാശയ്ക്കല്ലേ? അതിൽ സരിത വിഷമിക്കേണ്ട കേട്ടോ. ഞങ്ങൾക്ക് സീരിയസ് ആയി തോന്നിയില്ല, പക്ഷെ അത് അജു മനസ്സിലാക്കി ചേർത്ത് പിടിച്ചു. സ്നേഹ കൂടുതൽ കൊണ്ട് തമാശ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സരിതയ്ക്ക് ഇത്ര ഫീൽ ചെയ്യില്ലായിരുന്നു എന്ന് തോന്നി. അത് വേണ്ട. അടുത്തത് നോയൽ സെബാസ്റ്റ്യൻ, സന്തോഷത്തോടെ വന്ന സരിതയെ ദുരന്തം എന്ന് പറഞ്ഞത് എന്തിനാ അജു ചേട്ടാ? പാവം, മുഖം മാറി, ഡേറ്റ് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പോരെ. അടുത്തത് ശ്രുതി പ്രദീപ്, നിങ്ങൾ തീർന്നു അജുവേട്ടാ, തീർന്നു. എൻഗേജ്മെൻറ്റ് ചോദിച്ചപ്പോൾ അജുവേട്ടൻ കിടന്ന് ഉരുളുകയായിരുന്നു.
അടുത്തത് സബിത മണികണ്ഠൻ. എത്ര സന്തോഷത്തോടെ ഇരുന്നത് സരിത ചേച്ചി, ദുരന്തം എന്ന് പറയുമ്പോൾ പാവത്തിന് ഒരുപാട് വിഷമമായി. അപ്പോൾ തന്നെ ചേച്ചിയുടെ മുഖം മാറി. എന്തിനാ ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നേ? അടുത്ത ഇസ്ലാമൈ ഹീറോ. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ ദുരന്തം എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ച് സംസാരിച്ചു. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യണത് ഞാൻ എഡിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയാമായിരുന്നു ഈ ചോദ്യം എന്ന് പറഞ്ഞതേ. മോതിര കൈമാറ്റം മാത്രം നടത്തിയാൽ മതിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കറിയാം, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് എഡിറ്റ് ചെയ്ത് കളയാണ്ടിരുന്നത് നിങ്ങളെ കാണിച്ചു തന്നത്. മനസ്സിലായ? അതായത് ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു, അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം കൂടി ഇല്ലാന്ന് മനസ്സിലായില്ലേ? കണ്ടില്ലേ, ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? അല്ല, എനിക്ക് വേണേ കളയാമായിരുന്നു. കാരണം അത് പറഞ്ഞത് തെറ്റല്ല എന്നാണ് ചേട്ടൻ പറയണത്. തെറ്റല്ല ഞാൻ പറഞ്ഞതല്ല പറയണത്. പിന്നെ തന്നെ പറയും, ഇനി മിണ്ടണ്ട. അടുത്തത് ടെസ്ല മൈ ഹീറോ. സരിത പറഞ്ഞത് സത്യം. താലിയും പേരെഴുതി കൈമാറിയ കല്യാണ മോതിരം അതിന്റെ സ്വർണ്ണത്തേക്കാൾ മൂല്യമുള്ളതാണ്. സാരമില്ല സരിതയെ, ചില കെട്ടിയവന്മാർ കെട്ടുതാലി വരെ വിറ്റ് കള്ളു കുടിച്ച് കളയും, കുടുംബം നോക്കുകയും ഇല്ല. അജു അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. തുടങ്ങിയ സംരംഭങ്ങളൊക്കെ പൊളിഞ്ഞുപോയി എന്ന നഷ്ടം സംഭവിച്ചു. എന്നാലും എല്ലാം സഹിച്ച് രണ്ടുപേരും കൂടി കെട്ടുറപ്പുള്ള സന്തോഷമുള്ളൊരു ജീവിതം കെട്ടിപ്പടുത്തല്ലോ. നിങ്ങളെ ഓർത്ത അഭിമാനം. ഭർത്താവിനെ മനസ്സിലാക്കി പുള്ളിയുടെ കൂടുന്ന സരിതയ്ക്കാണ് അതിന് മുഴുവൻ ക്രെഡിറ്റ്. ഐ ലവ് യു ഡിയേഴ്സ്. അടുത്ത് ABC. അടുത്ത് ABC. അജു ഒരു സെൽഫിഷ് ആണോ? ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത് കുറേ നശിപ്പിച്ച ആളല്ലേ താങ്കൾ. സരിതയുടെ സ്വർണം അങ്ങനെ കുറേ നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഇപ്പോൾ നിങ്ങളുടെ നല്ല സമയമാണ്. കഴിവ് ആരുടെയും ആയിക്കോട്ടെ, ഇനിയെങ്കിലും സരിതയ്ക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങളെല്ലാം തിരിച്ചു കൊടുക്കും എന്നതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജീവിതം ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് വിജയിച്ച സരിതയുടെ കസിന് ഒരു ബിഗ് സല്യൂട്ട്. അടുത്ത ശ്രീലേഖ CV. ഹായ് അജുവേട്ട, സരിത. മോതിരമാറ്റം പൂജാമുറിയുടെ മുമ്പിൽ വെച്ച് നടത്തിയാൽ മതിയായിരുന്നു. കൃഷ്ണ എന്ത് ചെറിയ കുട്ടിയാണ്, പഠിക്കുകയാണോ? ആ കുട്ടിക്ക് ഭയങ്കര വിഷമമുണ്ട്. സരിതയുടെ അച്ഛൻ്റെ ഒരു കാര്യം, കിടക്കാൻ നേരത്തെ മാലയും മോതിരം ഇടുള്ളൂ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അജുവേട്ടൻ എല്ലാ വീഡിയോയിലും ഇത് പറഞ്ഞു തുടങ്ങണം. നന്ദി നമസ്കാരം പറയുമ്പോൾ സരിത നെഞ്ചിൽ കൈവച്ച് ജഗ്ഗു കൈ ഉയർത്തി കൂപ്പി. അതാണ് രസം. ലവ് യു ഡിയേഴ്സ്. ശരി. അടുത്ത് ജിതേഷ് സുരേന്ദ്രൻ. ഹായ് ചേട്ടാ, ടെന്നീസ് എൽബോ വേദന മാറിയോ? ആയുർവേദ ഡോക്ടറാണോ കണ്ടത്? എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായി വേദനയുണ്ട്. അലോപ്പതി ഡോക്ടറെ കണ്ടു, വിട്ടുമാറുന്നില്ല. ആയുർവേദം കണ്ടാലോ എന്ന് ആലോചിക്കുന്നു. അതാണ് ചോദിച്ചത്. അത് നമ്മുടെ ബിനു ഗുരുക്കളില്ലേ, അവനെയാണ് പോയി കണ്ടത്. അപ്പോൾ അവൻ ഇവിടെ കെട്ടി തന്നു. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കയ്യാനക്കാണ്ട് 2-3 ദിവസം അത് ചെയ്യുന്നത്. കയ്യാനക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തൂവല് പോലെ എടുക്കാൻ പാടില്ല എന്നാണ് കണക്ക്. പറ്റാതെയല്ല, ഈ കറക്റ്റ് ജോയിന്റിൽ തന്നെ കെട്ടുമ്പോൾ ഇങ്ങനെ മടക്കാൻ പറ്റില്ല. മടക്കുമ്പോൾ വേദന എടുക്കാം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ അഴിച്ചു കളഞ്ഞു. 3 ദിവസം കെട്ടാൻ വരാൻ പറഞ്ഞിട്ടായിരുന്നു. ഒരു ദിവസം കെട്ടിയുള്ളൂ. പക്ഷെ വേദന നന്നായിട്ട് കുറഞ്ഞു. അത് ടെന്നീസ് എൽബോ അല്ല, അത് വല്ല കെട്ടാവുള്ളൂ. ടെന്നീസ് എൽബോ ആണെങ്കിലും ബിനുവിന്റെ അടുത്തേക്ക് വരാം. കഷായം ഉള്ളിലേക്ക് കഴിക്കണം, മരുന്ന് വെച്ച് കെട്ടും ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന പറഞ്ഞ ഓപ്പറേഷനും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ബിനുവിൻ്റെ ഫോൺ നമ്പർ നമ്മുടെ ഇത് കാണിക്കാം. അടുത്തത് ദീപക് ദീപു. വിവാഹിതരായ യുവമിഥുനങ്ങൾ കൃഷ്ണയ്ക്കും അജിത്തിനും അന്നേ ദിവസം രണ്ടാമതും മോതിരം മാറി. കുറച്ച് പഴക്കം വന്ന മിഥുനങ്ങൾ ആയ അജിചേട്ടനും സരിത ചേച്ചിക്കും ആശംസകൾ. അടുത്തത് ഗിരിപ്രസാദ്. നിങ്ങളുടെ ഒരു കുരുമുളക് ചെടി വാടിയതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? ഇല്ല എന്നറിയാം. കാരണം എന്നോട് തിരുവനന്തപുരത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുമാരിയുടെ വീട്ടിലെ കുരുമുളക് ചെടി അജുവിൻ്റെയും സരിതയുടെയും വീട്ടിൽ നിൽക്കുന്ന കുരുമുളക് ചെടിയുടെ അകന്ന ബന്ധുവാണ്. വാടിയ കുരുമുളകിൻ്റെ കാര്യം ഞാൻ ആ കുരുമുളക് ചെടിയോട് പറഞ്ഞു. അപ്പോഴാണ് കാര്യം അറിയുന്നത്. നിങ്ങളുടെ വീട്ടിലെ കുരുമുളക് ചെടിയും അപ്പുറം നിൽക്കുന്ന ഇരുമ്പമ്പുളി മരവുമായി പ്രണയത്തിലായിരുന്നു. അജുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ആ കുരുമുളക് ചെടിയെ മാറ്റി എവിടെയെങ്കിലും മാറ്റി നട്ടാൽ ഇരുമ്പമ്പുളിക്കും കുരുമുളക് ചെടിക്കും കാണാൻ പറ്റില്ല. അവരുടെ അനുരാഗം കൈമാറാൻ പറ്റില്ല. അതിൻ്റെ വിഷമത്തിലാണ് കുരുമുളക് ചെടി വെള്ളം പോലും കുടിക്കാതെ വാടി തളർന്നിരിക്കുന്നത്. കാരണം മനസ്സിലായില്ലേ ഇപ്പോൾ? അടുത്തത് ഹെൽവിൻ. അജുചേട്ടാ, ഷോർട്സ് ആണ് നല്ലത്. ഒരു സംശയം, ഈ ലോല എന്ന് പറയുന്നത് എന്താണ് ഐറ്റം? സരിത ചേച്ചി ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവും അതിൽ കണ്ടു കേട്ടോ. അജുവേട്ടൻ്റെ ശക്തിയാണ് സരിത ചേച്ചി. പിന്നെ സോളാർ ലൈറ്റ് വന്നപ്പോൾ കുടിൽ തിളങ്ങിയിട്ടാ. ലോല എന്ന് പറഞ്ഞൊരു പയറാണ്, പയറ് അച്ചിങ്ങാന്ന് പറയും. പിന്നെ മറ്റേ പയറുകൾക്ക് നമ്മള് കോല് കുത്തി കൊടുത്താൽ മതി. താങ്ങ് കൊടുക്കണം. ലോലമായ തണ്ടാണ് അതിൻ്റെ, അതാവും ലോലാന്ന് പേര്. പിന്നെന്താ ഡാലിയ ദിവാകരൻ. ആ മുണ്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തോന്നുന്നു. മര്യാദക്ക് പഴയ പോലെ ബർമുട ഇട്ടാൽ പോരെ. ചേട്ടൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, മുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. ചേട്ടൻ്റെ അടുത്ത് മുണ്ട് കൊടുക്കാൻ ഒരാളും പറഞ്ഞിട്ടില്ല. ആ അല്ല ചേട്ടനാണ്
മുണ്ടുടുക്കണതാണ് ഗംഭീരം എന്നങ്ങോട്ട് ടെസ്ല മൈ ഹീറോ കമന്റ് ഇട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ചേട്ടൻ്റെ അടുത്ത് മുണ്ടുടുക്ക ആരും പറഞ്ഞിട്ടില്ല. അടുത്തത് ലീല സാംസൺ. അടുത്തത് ലീന സാംസൺ. അജു ചെയ്തത് തന്നെയാണ് ശരിയായത്. കുറച്ചു നാൾ കഴിഞ്ഞാൽ കുടിലിന് ചുറ്റും നല്ല സുഗന്ധം തരുന്ന പൂക്കളെ കൊണ്ട് നിറയും. എത്ര നന്നായി അവിടെ കുടിലിന് പകരം കോഴിക്കൂട് ആക്കാഞ്ഞത്. അജുവിനെ ഒത്തിരി ഇഷ്ടം. സരിത വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഉള്ള കാര്യം നേരിട്ട് പറയും, പക്ഷേ ആരെയും ഒഫൻഡ് ചെയ്യുകയുമില്ല. ഷി കോൾസ് എ സ്പേഡ് ലൈക്ക് ദാറ്റ് ക്വാളിറ്റി ഇൻ ഹെർ. അപ്പോൾ ചേട്ടൻ പറഞ്ഞതാണ് ശരി, അവിടെ കുടിലും ഇവിടെ കോഴിക്കൂടിനെ നല്ലതെന്ന് പറയുന്നു. പക്ഷേ കോഴിക്കൂട് അകലെയായിരുന്നെങ്കിൽ സ്മെല്ലൊന്നും നമുക്ക് വിരൽ കുറയും ഇല്ലേ. പിന്നെ ഇവിടെയാണ് കുടിലെന്ന് വെച്ചെങ്കിൽ എന്ത് രസം അവിടെ ഇരുന്ന് പാചകം ചെയ്യണ കാര്യം സങ്കല്പിക്കില്ലാന്ന്. വൈകുന്നേരം നേരത്തെ ആരാണ് ഇവിടേക്ക് കുടിലിൻ്റെ അവിടേക്ക് പാചകം ചെയ്യാൻ വരാ? അടുത്തത് സ്വപ്ന സുനിൽ. കുടിലും കോഴിക്കോടും. ദൈവമേ, ആ ചുണ്ടങ്ങിയുടെ ഗതി തന്നെ ആവുമോ ഞങ്ങൾക്കും? ഇനി കുടിലിനും കോഴിക്കോടിനെയും കൊണ്ട് നടക്കുമെന്നാണ് പേടി. ഇല്ല, അത് ചേട്ടൻ ഒരിക്കലും ചെയ്യില്ല. ചേട്ടൻ ഇപ്പോഴും ഇത് തന്നെയാണ് ശരിയെന്നാ പറയണേ. അവിടെ കോഴിക്കോടും അല്ല, അതും ഇവിടെ കുടിലും. ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ. ഇനി അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അതുമല്ലൊന്നും ഇനി തൊടാനേ പോണില്ല. അടുത്തത് ഹഫ്സത്ത് സലീം. നിങ്ങളുടെ അടുക്കള മുറ്റത്ത് പൂന്തോട്ടം ഉണ്ടാക്കിയത് ശരിയായില്ല. അവിടെ പച്ചക്കറിയായിരുന്നു നല്ലത്. ഇനി ചൂടുകാലമല്ലേ വരുന്നത്, കുറച്ച് തണ്ണിമത്തം പൊട്ടുവെള്ളരി കൃഷി ചെയ്ത് നോക്കാമായിരുന്നു. പൊട്ടുവെള്ളരി വിത്ത് ഇവിടെ കിട്ടിയില്ല, തണ്ണിമത്തൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പാവാൻ പോണ്. നിങ്ങളുടെ കുടിൽ അടുക്കളയുടെ അടുത്തായിരുന്നു നല്ലത്. സരിത പറഞ്ഞത് അനുസരിക്കാമായിരുന്നു. എന്ത് ചെയ്യുന്നതിന് മുമ്പ് 3 വട്ടം ആലോചിക്കണം. വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് വിനോദിനി KP. അജു സരിത ജഗു. അജു ഒരു തലക്കുട വാങ്ങിക്കൂ, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ബ്യൂട്ടി പാർലർ പോകേണ്ടി വരും. നിങ്ങളുടെ വീഡിയോ വന്നാൽ പിന്നെ വീട്ടിലെ പണി അവിടെ കിടക്കും. കൃഷി അറിയാത്ത ഞാൻ കൃഷിപ്പണി പഠിച്ചു. അജു, നിന്റെ പുരോഗതിക്ക് സരിതയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. സരിത പറയുന്നത് അനുസരിച്ചാൽ അജുവിന് നന്ന്. കുടിൽ വീടിൻ്റെ കുറച്ച് അടുത്തേക്ക് പണിയുക. ഇനി കുടിൽ മാറ്റമൊന്നുമില്ല, കുടിലിനി അവിടെ തന്നെ. പിന്നെന്തുട്ടാ, കൃഷി അറിയാത്ത ആൾക്കാർ കൃഷി പഠിച്ചു തുടങ്ങി. മിസ്റ്റേക്കുകളും നമ്മൾ കാണിച്ചു കൊടുക്കണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കല്ല ചെയ്യണത്. അതായത് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടാവും എന്നല്ല പറയണത്, അങ്ങനെ ചെയ്യാണ്, എന്നിട്ട് ചെയ്തിട്ടാണ് കാണിച്ചു കൊടുക്കണേ മിസ്റ്റേക്ക് പറ്റിയത്. അടുത്തത് റോസ് എഡ്യൂക്കേഷൻ. മിസ്സിംഗ് അജു ചേട്ടൻസ് ഓൾഡ് സ്റ്റോറീസ് ആൻഡ് ഹ്യൂമർ. സരിത ചേച്ചി ഈസ് ഗുഡ് ഇൻ എക്സ്പ്ലനേഷൻ, ബട്ട് ദ വേ അജു ചേട്ടൻ ഇന്ററാക്റ്റഡ് വിത്ത് എന്തൂസിയാസം ഏർലിയർ ഈസ് മിസ്സിംഗ് നൗ. പണ്ടത്തെ കഥകളൊക്കെ മിസ് ചെയ്യുന്നു. പറഞ്ഞു കഴിഞ്ഞു ഒന്നുണ്ടല്ലോ ഒരുവിധം കഥയൊക്കെ. പക്ഷെ ചില സമയത്ത് ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മ വരുമ്പോൾ ചേട്ടൻ പറയും, അല്ലാണ്ട്. അടുത്തത് ശോഭ ദയാനന്ദ്. സരിത മുത്താണ്, വൈഭവലക്ഷ്മി. അജുവിന് എല്ലാ കാര്യങ്ങളും തന്മയത്വത്തോടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഉത്തമയായ ഭാര്യ. ഇന്ന് സരിതയുടെ എല്ലാ വാക്കുകളും ചിരി നിർത്തുന്നതായിരുന്നു. സൂപ്പർ വീഡിയോ. അടുത്തത് രമ്യ നാരായണൻ. എൻ്റെ അജുവേട്ടാ, ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ട് കുടിലിരുന്ന് സരിത പാചകം ചെയ്യും, അജുവേട്ടൻ കൃഷിപ്പണി ചെയ്യും. ഇടയ്ക്ക് ഓടി വന്ന് സരിതയെ ഹെൽപ്പ് ചെയ്യും, ടേസ്റ്റ് ചെയ്യും. അതിനിടയ്ക്ക് സരിത ചേട്ടാ പച്ചമുളക് വേപ്പില എന്നൊക്കെ പറയും. വേഗം പറിച്ചു കൊണ്ട് കൊടുക്കും. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും പാചകത്തിനിടയ്ക്ക് മുളകും മറ്റും വേണമെങ്കിൽ ഇനി ഓടേണ്ടി വരില്ലേ, അതാ ഒരു വിഷമം. അത് ശരിയല്ലേ, അതുണ്ട്. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ ഇവിടെ ഓരോ പണി ചെയ്യണത് ഇനി പറ്റില്ല. ഇനിയിപ്പോൾ ഈ പുല്ലൊക്കെ വലിച്ചെടുത്തിട്ട് പുറത്ത് വെച്ച് അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്ക് ഇവിടെ നല്ല നീറ്റായിട്ട് കിടക്കണം. നമുക്കിവിടെ പച്ചക്കറി വളരെ കുറവാണ് ഉണ്ടാവുന്നത്. നമുക്ക് മറ്റുള്ള എല്ലാവരും വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറവാണ്. ഇവിടെ ഈ വെയിൽ, പിന്നെ ഇവിടുത്തെ മണ്ണ് അത്ര നല്ലതല്ല, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണല്ല. നമുക്ക് അപൂർവം ചില സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്താണെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ പച്ചക്കറികളായി. നമുക്ക് അവിടെയും പാചകം ചെയ്യാം, അവിടെ നിന്ന് പൊട്ടിച്ച് ഇവിടെയും പാചകം ചെയ്യാം, ഒക്കെ ചെയ്യാം. അങ്ങനെ വിചാരിച്ചിട്ടാണ്. ഇനിയെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഇവിടെ വെക്കണം എന്ന് മാത്രം ആവശ്യമുള്ള സാധനങ്ങൾ. മുന്നെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പച്ചമുളക് വേപ്പിൻ്റെ അല്ല അങ്ങനത്തെ ഒന്നും പൊട്ടിച്ച് വയ്ക്കില്ല, ആ സമയത്ത് പൊട്ടിക്കാറുള്ളൂ. ഇനിയിപ്പോൾ എല്ലാം പൊട്ടിച്ച് കൊണ്ടുവരേണ്ടി വരും ഇവിടെ പാചകം ചെയ്യുകയാണെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, അവിടെ ചെയ്യുന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ തരാലോ. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷകരമായൊരു കാര്യമില്ല. ഇവിടെ ആകുമ്പോൾ അങ്ങനെ വരുമ്പോൾ അയ്യോ ഒന്നും തരാനില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് കൈമലത്തിൻ്റെ വരല്ലേ, അവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു രസം നമുക്ക് കിട്ടില്ല. അടുത്ത റിതം ഓഫ് നേച്ചർ. നിങ്ങളുടെ വീഡിയോ കണ്ട് കുറച്ച് ഓർഡർ കിട്ടി കാണും. അതിന് നന്ദി സൂചകമായി നിങ്ങൾക്കും ഒരു സമ്മാനം തരാൻ കാണിച്ച മനസ്സും ആ ആൾക്ക് ബുദ്ധിമുട്ടാകാതെ ഇരിക്കണമെന്ന് ചിന്തിച്ച നിങ്ങളുടെ മനസ്സും സൂപ്പർ. ഇതൊക്കെയല്ലേ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. അതാണ് ഇപ്പോൾ കാണാൻ പാടുള്ളതും. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും കിട്ടുന്നു ഒരു പോസിറ്റിവിറ്റി, സന്തോഷം. കഴിഞ്ഞു. അപ്പോൾ നേരം ഭയങ്കര ഇരുട്ടായി, സമയം
6:30 കഴിഞ്ഞു. 6:30 കഴിഞ്ഞാലും ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ സോളാർ ലൈറ്റിലാണ് നമ്മുടെ നസീർക്ക് തന്നിട്ടുള്ള FRK സോളാർ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഭയങ്കര രസമാണ്. നമുക്ക് സാധാരണ മറ്റൊരു ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ഇതായിരുന്നു, പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.